മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കാൻ തക്കോണം നിങ്ങളുടെ മധ്യ വചനവുമായിട്ട് നിൽപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ച എബിൻ ബ്രദറിനും അതുപോലെ എബനേസർ ഔട്ട്റീച്ച് മിനിസ്ട്രി മെമ്പേഴ്സിനും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വചനം 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് ഈ വചനം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വചനമാണ്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏലിയാവിനോട് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുകയാണ്, എഴുന്നേറ്റ് തിന്നുക. ഉറക്കത്തിലായിരുന്ന ഏലിയാവിനോട്, ചൂരച്ചെടിയുടെ തണലില് തളർന്ന് ഉറങ്ങുന്ന ഏലിയാവിനോട് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുകയാണ്, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ഒരു ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യേ ഒരു അവേക്കണിംഗ് കോളുമായിട്ടായിരിക്കുന്നു. ആരെങ്കിലും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തില്, ശുശ്രൂഷ ജീവിതത്തില് ഒരു ഉറങ്ങുന്ന അവസ്ഥയിലായി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെറ്റ് ബാക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, മടങ്ങി വരുവാനായിട്ട്, നിങ്ങൾ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറയുകയാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. നിന്റെ യൗവനത്തിലെ ഭക്തിയും നിന്റെ വിവാഹം നിശ്ചയിച്ച നാളിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട്, ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് പൂർണ്ണമായിട്ടും മടങ്ങി വരുവാനായിട്ട്, പിന്മാറ്റത്തിലായിരിക്കുന്നവരോട്, ഉറങ്ങുന്ന അവസ്ഥയിലായിരിക്കുന്നവരോട്, ആദ്യ സ്നേഹം വിട്ടുപോയ അവസ്ഥയിലായിരിക്കുന്നവരോട് മടങ്ങി വരുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഏലിയാവിനോട് ദൂതൻ പറയുകയാണ്, എഴുന്നേറ്റ് തിന്നുക. ഏലിയാവിന് ദൈവത്തിന്റെ ദൂതൻ കൊടുക്കുന്നത് അപ്പവും വെള്ളവുമാണ്. കനലിൽ ചുട്ടെടുത്ത അപ്പവും വെള്ളവുമാണെങ്കിൽ നമുക്ക് ക്രിസ്തു ഒരുക്കിയിരിക്കുന്നത് അവന്റെ ശരീര രക്തങ്ങളാണെന്ന് നമുക്കറിയാം. അത് ഭക്ഷിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഓടുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആലോചന പറയുകയാണ്. നമ്മുടെ പേർപ്പസിലേക്ക്, ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന പേർപ്പസിലേക്ക്, പദ്ധതിയിലേക്ക്, ദൈവഹിതത്തിലേക്ക് ഉണരുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആലോചന പറയുകയാണ്. നമുക്കറിയാം, 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 17-ാം അധ്യായത്തിലാണ് ഏലിയാവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതെന്ന് നമുക്ക് വചനം പഠിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏലിയാവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രവചന ശബ്ദവുമായിട്ടാണ് ഏലിയാവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ആഹാബ് രാജാവിനോട് ഒട്ടും ഭയം കൂടാതെ തന്റെ പ്രവചന ദൂത് പറഞ്ഞുകൊണ്ട് ഏലിയാവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 17-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏലിയാവ് പറയുകയാണ്, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഴയും മഞ്ഞും ഉണ്ടാകത്തില്ല എന്നൊരു ദൂത് പറഞ്ഞുകൊണ്ടാണ് ഏലിയാവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അവിടെ ഏലിയാവ് പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ, ദൈവം പറഞ്ഞിട്ടല്ലാതെ എന്നല്ല, ഏലിയാവ് പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ ഇനി ദേശത്ത് മഴയും മഞ്ഞും പെയ്യത്തില്ല. അത്രയ്ക്കും ശക്തമായിട്ടുള്ള ഉറപ്പുള്ള ഒരു പ്രവചന ദൂത് കൊടുത്തുകൊണ്ട്, ആഹാബ് രാജാവിനോട് പ്രവചന ദൂത് കൊടുത്തുകൊണ്ടാണ് ഏലിയാവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഏലിയാവ് ഈ ദൂത് പറയുമ്പോ തന്നെ അടുത്ത മൊമെന്റില് ആ ദേശത്ത് മഴയും മഞ്ഞും നിന്ന് പോയി. ദേശത്ത് മഴയും മഞ്ഞും നിന്ന് പോയാൽ പിന്നെ ക്ഷാമം സംഭവിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്ത മൊമെന്റിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഏലിയാവിന്റെ വാക്ക് സ്വർഗം അതുപോലെ വിലക്കെടുക്കുന്നു. ഏലിയാവ് വിശ്വസ്തനായ ഒരു ശുശ്രൂഷകനായിരുന്നു. ദൈവത്തോടു കൂടെ നടന്ന പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഏലിയാവിന്റെ വാക്ക് ദൈവം അതുപോലെ വിലക്കെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യാക്കോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ, യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ അതിന്റെ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഏലിയാവ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. എന്നാൽ
ഏലിയാവ് പറഞ്ഞപ്പോൾ, അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചപ്പോൾ, പിന്നെ 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ലെന്ന് യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏലിയാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന് നമുക്കറിയാം. ദൈവത്തോടു കൂടെ നടന്ന മനുഷ്യനായിരുന്നു എന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഏലിയാവ് പറഞ്ഞതുപോലെ തന്നെ ശുശ്രൂഷയിൽ സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോടും ആലോചന പറയുകയാണ്. ദൈവത്തോടു കൂടെ നടന്നാല്, നീ ഉത്തമമായത് സംസാരിച്ചാല് ദൈവം നിന്റെ നാവോട് കൂടെ ഇരിക്കും. നീ പറയുന്നത് അതുപോലെ തന്നെ ശുശ്രൂഷയില്, വിശ്വാസ ജീവിതത്തില് നീ പറയുന്നത് അതുപോലെ തന്നെ സംഭവിക്കും. അത്ഭുതം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാല് അതുപോലെ തന്നെ സംഭവിക്കും. സ്വർഗം നിന്റെ വാക്കുകൾക്ക് തുണ നിൽക്കുമെന്ന് ഈ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏലിയാവ് തന്റെ പ്രവചന ദൂത് പറഞ്ഞു. അടുത്ത നിമിഷം മുതൽ ദേശത്ത് മഴയും മഞ്ഞും നിന്നുപോയി. ദേശത്ത് ക്ഷാമം ഉണ്ടാകുവാനുള്ള സാഹചര്യം ഉണ്ടായി. ഏലിയാവിന്റെ സംരക്ഷണം സ്വർഗത്തിലെ ദൈവം ഏറ്റെടുക്കുന്നതായിട്ട് നമുക്ക് വചനം പഠിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അടുത്ത നിമിഷം യഹോവയുടെ അരുളപ്പാട് ഏലിയാവിനുണ്ടാകുന്നു. ഏലിയാവിനോട് പറയുകയാണ്, നീ കെരീത്ത് തോട്ടിലേക്ക് പോകുക, അവിടെ നിനക്ക് കാക്ക അപ്പം കൊണ്ടുതരും. തോട്ടിലെ വെള്ളത്തിൽ നിന്ന് കുടിച്ച് നീ ഉപജീവനം കഴിച്ചു കൊള്ളുവാനായിട്ട് യഹോവയുടെ അരുളപ്പാട് ഏലിയാവിന് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏലിയാവ് അവിടെ വളരെ സേഫ് ആയിട്ട്, ദേശത്തൊക്കെ ക്ഷാമം ഉണ്ടായിരിക്കുമ്പോൾ ഏലിയാവ് വളരെ സേഫ് ആയിട്ട് ആ കെരീത്ത് തോട്ടിന്റെ കരയില് തോട്ടിലെ വെള്ളം കുടിച്ചും അതുപോലെ കാക്ക കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ചും വളരെ സേഫ് ആയിട്ട് അവിടെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ വിശ്വാസ ജീവിതത്തില്, നമ്മളുടെ ശുശ്രൂഷ ജീവിതത്തില് ചില കാലഘട്ടങ്ങളില് ഇതുപോലെയുള്ള ദൈവത്തിന്റെ കരുതല് നമുക്ക് പ്രത്യക്ഷത്തില് അനുഭവിക്കാനായിട്ട് സാധിക്കും. ദൈവം നമുക്കായിട്ട് കരുതുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനും അനുഭവിക്കാനും സാധിക്കും. ചില കാലഘട്ടങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി നേരിട്ട് ഇറങ്ങി വന്ന് അപ്പവും വെള്ളവും തന്ന് നമ്മളെ കരുതി നമ്മളെ വഴി നടത്തും. ഈ സമയത്ത് നമുക്ക് ദൈവത്തോട് വലിയ സ്നേഹമാണ്, വലിയ ആരാധനയാണ്, വലിയ നന്ദിയാണ്. നമ്മൾ ദൈവത്തോട് കൂടെ അത്ഭുതം പ്രത്യക്ഷത്തിൽ കാണുന്ന സമയത്ത്, ആ കരുതൽ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് ദൈവത്തോട് വലിയ കരുതലും വലിയ സ്നേഹവും ആരാധനയും ഒക്കെ ആയിരിക്കും. അതുപോലെ ഏലിയാവിന് ദൈവം ആ കെരീത്ത് തോട്ടിന്റെ കരയില് വളരെ സമൃദ്ധമായിട്ട്, വളരെ സേഫ് ആയിട്ട് പോറ്റി പുലർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ, വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഏലിയാവിന്റെ വിശ്വാസ ജീവിതത്തില്, ശുശ്രൂഷ ജീവിതത്തില് ഒരു സ്പിരിച്വൽ ഷിഫ്റ്റിന്റെ, ഒരു സ്പിരിച്വൽ ഗ്രോത്തിന്റെ ഒരു സമയം അടുത്തു വന്നപ്പോഴേക്കും ഒരു സംഭവം ഉണ്ടാകുന്നു. ഏലിയാവ് വെള്ളം കുടിച്ചിരുന്ന കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിപ്പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, ആ തോട്ടിലെ വെള്ളം വറ്റിപ്പോയതിന്റെ കാരണം എന്ന് പറയുന്നത് അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യുവാനുള്ള സമയമായി ഏലിയാവിന്. അവിടെ തന്നെ ആയിരുന്നാല് സ്പിരിച്വലി വളരുവാനായിട്ട് സാധിക്കത്തില്ല. ശുശ്രൂഷയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കയറുവാനായിട്ട് ഏലിയാവിന് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഏലിയാവിന്റെ ജീവിതത്തിലേക്ക് ഒരു വെള്ളം വറ്റിപ്പോകുന്ന അനുഭവം ഉണ്ടാകുന്നു. ദൈവത്തിന്റെ ദൂത് ഏലിയാവിനുണ്ടാകുന്നു. നീ സാരഭാത്തിലേക്ക് പോകുക, അവിടെ നിന്നെ പുലർത്താനായിട്ട് ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നതായിട്ട് ഏലിയാവിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുന്നു. അങ്ങനെ വിശ്വാസ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിൽ, ശുശ്രൂഷ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തില് ഏലിയാവ് ഈ കെരീത്ത് തോട്ടിന്റെ കരയിൽ നിന്ന് നടന്ന് തന്റെ അനുഗ്രഹം തേടി, തനിക്കുള്ള അപ്പം തേടി, തനിക്കുള്ള ഭക്ഷണം തേടി മുന്നോട്ട് നടക്കുകയാണ്. താൻ തന്നെ എഫേർട്ട് എടുത്ത് നടന്നു പോയി ആ അനുഗ്രഹം ഉള്ള സ്ഥലത്തേക്ക് നടന്നു ചെന്ന് ആ അനുഗ്രഹത്തെ പിടിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ശുശ്രൂഷയുടെ ഈ അടുത്ത ഘട്ടത്തില് കെരീത്ത് തോട്ടിന്റെ കരയിൽ നിന്ന് സാരഫാത്തിലേക്ക് എത്തുമ്പോഴേക്കും ഏലിയാവിന്റെ ജീവിതത്തില്, അതുവരെ ഏലിയാവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല്, ആ ക്ഷാമകാലത്ത് താൻ ക്ഷേമമായിട്ട് ആ സാരഫാത്തില് പോറ്റി പുലർത്തപ്പെടുന്നു. അത് മാത്രമല്ല, അടുത്ത ലെവലിലേക്ക് കയറുമ്പോൾ, ശുശ്രൂഷ അടുത്ത ലെവലിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഏലിയാവ് മാത്രം അല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, ഒപ്പം മറ്റൊരു കുടുംബവും, ഒരു വിധവയും അവരുടെ മകനും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അനുഗ്രഹം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏലിയാവിന്റെ ശുശ്രൂഷ അടുത്ത ഘട്ടത്തിലേക്ക് കയറുന്നു. ദൈവത്തിന്റെ
അനുഗ്രഹം തനിക്ക് മാത്രമല്ല, തനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ മറ്റൊരാളിലേക്ക്, മറ്റൊരു വ്യക്തിയിലേക്ക് പകർന്നു കൊടുക്കുവാനും അവരെ ജീവിപ്പിക്കുവാനും അവർക്ക് അനുഗ്രഹത്തെ കൊടുക്കുവാനും അവരെ സമൃദ്ധിയായിട്ട് നടത്തുവാനും ഏലിയാവിന് സാധിക്കുന്നു. അങ്ങനെ ഏലിയാവ് മറ്റൊരു കുടുംബത്തിന് അനുഗ്രഹമായി മാറുന്നതായിട്ട്, അടുത്ത ശുശ്രൂഷയുടെ അടുത്ത ലെവലില് അനുഗ്രഹമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഏലിയാവ് ആ ക്ഷാമകാലത്ത് ആ വിധവയുടെ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷമായിട്ട് ആഹാരം കഴിച്ച് കലത്തിലെ മാവ് തീർന്നു പോകുന്നില്ല, എണ്ണ കുറഞ്ഞു പോകുന്നില്ല. ഏലിയാവ് പറഞ്ഞ പ്രവചന ശബ്ദം അതുപോലെ സംഭവിക്കുന്നു. ദൈവത്തോടു കൂടെ ഏലിയാവ് നടന്നത് കൊണ്ട് ആ പ്രവചന ദൂത് അതുപോലെ സംഭവിക്കുന്നു. കലത്തിലെ മാവ് കുറഞ്ഞു പോകുന്നില്ല, എണ്ണ തീർന്നു പോകുന്നില്ല. ഏലിയാവും ആ വിധവയുടെ കുടുംബവും മകനും ഒരുപോലെ അനുഗ്രഹത്തോടു കൂടെ ആ ക്ഷാമകാലത്ത് അവിടെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ശുശ്രൂഷയുടെ അടുത്ത ഒരു ലെവലിലേക്ക് വരുമ്പോഴേക്കും, അടുത്ത ഒരു മൊമെന്റില് ഏലിയാവിന്റെ ജീവിതത്തിൽ വീണ്ടും ഒരു ടെസ്റ്റ് ഉണ്ടാവുകയാണ്. തന്നെ പോറ്റി പുലർത്തിയ ദൈവമാണ് ഏലിയാവിനെ പോറ്റി പുലർത്തിയത്. ആരിലൂടെയാണോ പോറ്റി പുലർത്തിയത് ആ വിധവയുടെ മകൻ മരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, ആ വിധവയുടെ മകൻ പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. ആ മകൻ മരിച്ചു പോകുമ്പോൾ ഈ സ്ത്രീയുടെ പ്രതികരണം നമുക്ക് ശ്രദ്ധിക്കാം. ആ സ്ത്രീ പറയുന്നത്, ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്താ? എന്റെ പാപം ഓർമ്മിപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നുവോ നീ വന്നത്? ഈ പ്രവാചകനാല്, ഏലിയ പ്രവാചകനാലാണ് തന്റെ ജീവൻ ദൈവം നിലനിർത്തിയത്, അല്ലെങ്കിൽ തന്റെ മകന്റെ ജീവൻ ഇത്രയും നാള് നിലനിർത്തിയതെന്ന് ഓർക്കാതെ ഈ സ്ത്രീ ഈ ഏലിയാവിനോട് പറയുകയാണ്, എന്റെ മകനെ കൊല്ലേണ്ടതിനാണോ നീ ഇവിടേക്ക് കടന്നു വന്നത്? ഇതുപോലെയുള്ള അറ്റാക്കുകള്, ഇതുപോലെയുള്ള കുത്തി നോവിക്കുന്ന വാക്കുകള് വിശ്വാസ ജീവിതത്തില്, ശുശ്രൂഷ ജീവിതത്തിലൊക്കെ നമുക്ക് പലരിൽ നിന്നും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഇവിടെ ഏലിയാവ് കാണിക്കുന്ന മാതൃക, ഏലിയാവ് ഈ സ്ത്രീയോട് തിരിച്ച് മറുപടി ഒന്നും തന്നെ പറയുന്നില്ല, ഒരു തർക്കത്തിനോ ആർഗ്യുമെന്റിനോ നിൽക്കുന്നില്ല. എന്നാൽ ഏലിയാവ് ഈ ബാലനെ എടുത്തുകൊണ്ടുപോയി അവന് വേണ്ടി അവന്റെ മേലെ കവിണ്ണു വീണ് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ബാലന് ഒരു ജീവൻ തിരിച്ചു കിട്ടുകയും അവന് ജീവൻ മടങ്ങി വന്ന ആരോഗ്യമുള്ള ഒരു ബാലനായിട്ട് മടങ്ങി വരുന്നതായിട്ട്, അമ്മയെ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തന്റെ ശുശ്രൂഷ ജീവിതത്തിലെ ഈ മൂന്നാം ഘട്ടത്തില് ഏലിയാവിന്റെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ, ശുശ്രൂഷയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ്, മരിച്ച ഈ ബാലനെ ജീവിപ്പിക്കാനായിട്ട് ഏലിയാവിന് സാധിച്ചു. ഇങ്ങനെ ഏലിയാവിന്റെ ശുശ്രൂഷ ഡേ ബൈ ഡേ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശുശ്രൂഷ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ്. സ്പിരിച്വലി ഏലിയാവ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഘട്ടത്തില് ഈ സ്ത്രീ തന്നെ, ഏലിയാവിനെതിരെ സംസാരിച്ച സ്ത്രീ തന്നെ സാക്ഷ്യം പറയുകയാണ്, നീ ദൈവത്തിന്റെ പുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നുവെന്ന് ഈ സ്ത്രീ തന്നെ സാക്ഷ്യം പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഏലിയാവ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. അധികാര കേന്ദ്രങ്ങളെ പോലും ധൈര്യത്തോടുകൂടെ ചെന്ന് ആഹാബ് രാജാവിനെതിരെ ഒക്കെ തന്റെ ദൂതുകൾ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏലിയാവിന്റെ ശുശ്രൂഷ വളരെ മികച്ച രീതിയിൽ അടുത്തൊരു ലെവലിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഏലിയാവ് ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ബാലിന്റെ ദൈവമാണോ അതോ യഹോവയായ ദൈവമാണോ, ഏതാണ് ശരിയായ ദൈവമെന്ന് തെളിയിക്കാനായിട്ട് ഏലിയാവ് ജനത്തെ വെല്ലുവിളിക്കാണ്. അതുപോലെ ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കാണ്. അശേര പ്രവാചകന്മാരെ ഒക്കെ ഏലിയാവ് വെല്ലുവിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഏലിയാവ് ഒരു യാഗപീഠം ഒരുക്കുവാനായിട്ട് ബാലിന്റെ പ്രവാചകന്മാരോടും ആവശ്യപ്പെടുന്നു. ഏലിയാവും അതുപോലെ തന്നെ ഒരു യാഗപീഠം ഒരുക്കുന്നു. അവിടെ ബാലിന്റെ പ്രവാചകന്മാര് പ്രാർത്ഥിക്കുന്നു. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഏലിയാവ് ഒരു യാഗപീഠം ഒരുക്കി അവിടെ കാളയെ കഷ്ണം കഷ്ണമായിട്ട് വെച്ച് അതിന്മേൽ 3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നനച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അത്ഭുതം നടക്കും. ഒരു സൂപ്പർ നാച്ചുറൽ അത്ഭുതം ഏലിയാവിന്റെ ശുശ്രൂഷ ജീവിതത്തില്, വിശ്വാസ ജീവിതത്തില് സംഭവിക്കുന്നതിനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏലിയാവ് യഹോവയോട് പ്രാർത്ഥിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന്
തീ ഇറങ്ങി ആ യാഗപീഠത്തെയും കത്തിക്കുകയും ആ ഹോമയാഗത്തെ കത്തിക്കുകയും അതുപോലെ തന്നെ ആ തോട്ടിലെ വെള്ളം വറ്റിപ്പോവുകയും ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏലിയാവിന്റെ ദൈവം യഹോവയായ ദൈവം ജീവനുള്ള ദൈവമാണെന്ന്, ഏലിയാവിന്റെ ദൈവമാണ് സത്യ ദൈവമെന്ന്, യഥാർത്ഥ ദൈവമെന്ന് ഏലിയാവ് തന്റെ ശുശ്രൂഷയിലൂടെ അവിടെ കൂടി നിന്ന ഇസ്രായേൽ ജനത്തെയും അതുപോലെ ബാലിന്റെ പ്രവാചകന്മാരെയും അശേര പ്രവാചകന്മാരുടെ മുൻപിലും തെളിയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അതുപോലെയുള്ള അത്ഭുതങ്ങൾ സ്വർഗത്തിൽ നിന്ന് ദൈവം നേരിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏലിയാവിന്റെ ശുശ്രൂഷ ഏറ്റവും അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ യാഗപീഠം ഹോമയാഗം സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി കത്തിച്ച ശേഷം ഏലിയാവ് തന്റെ വാളുകൊണ്ട് 150ഓളം ബാൽ പ്രവാചകന്മാരെ കീശോൻ തോട്ടിനരികിൽ വെച്ച ഈ ശത്രുവായ യഹോവയുടെ നാമത്തിന് ഇസ്രായേൽ ജനത്തിന് എതിരായി നിൽക്കുന്ന ശത്രുക്കളെ കൊന്നു കളയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 45-ാം വാക്യം വായിക്കുമ്പോൾ ദേശത്ത് വീണ്ടും 3 വർഷവും 6 മാസങ്ങൾക്ക് ശേഷം ഏലിയാവ് തന്റെ തല മൂട്ടിന്മേൽ വച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദേശത്ത് മഴയും മഞ്ഞും വീണ്ടും പെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. വൻമഴ പെയ്തു എന്ന് നമുക്ക് വചനത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഏലിയാവിന്റെ ശുശ്രൂഷ ജീവിതം, ഏലിയാവിന്റെ വിശ്വാസ ജീവിതം ഏറ്റവും ശക്തമായിട്ട് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവം നേരിട്ടിറങ്ങി ഏലിയാവിന്റെ ശുശ്രൂഷ ജീവിതത്തില് വലിയ അത്ഭുതങ്ങളെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ വരെ ഏലിയാവിന് സാധിക്കുന്ന വിധത്തില് വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഈ ശുശ്രൂഷ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഏലിയാവിന്റെ ജീവിതത്തിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ ഏറ്റവും ഹൈ ലെവലിൽ നിന്ന് ഏലിയാവിന്റെ ശുശ്രൂഷ ജീവിതത്തില് വിശ്വാസ ജീവിതത്തില് ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങള്, വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഉറങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ പിന്മാറിപ്പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കും, ശക്തമായി ശുശ്രൂഷ ചെയ്യും, ശക്തമായിട്ട് നമ്മളെ വിശ്വാസം വിളിച്ചു പറയും. എന്നാൽ ചില സന്ദർഭങ്ങളില് നിസ്സാരമായ വിഷയങ്ങളില് നമ്മൾ പിന്മാറിപ്പോകുന്ന അനുഭവം പലരുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. നമ്മളത് പലരുടെ ജീവിതത്തിലും കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഏലിയാവിന്റെ ശുശ്രൂഷ ഏറ്റവും പീക്ക് ലെവലിൽ നിന്നു അടുത്ത മൊമെന്റിൽ അടുത്ത അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഏലിയാവിന്റെ ജീവിതത്തിൽ ഒരു ടെസ്റ്റ് ഉണ്ടാകുന്നതാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും വളരെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. നമ്മൾ ചില വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മല്ല് പിടിച്ച് പ്രാർത്ഥിക്കും. ഒരു കുഞ്ഞിനൊരു അഡ്മിഷൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞിനൊരു വിവാഹം നടക്കണമെങ്കിൽ, ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ വളരെ യുദ്ധം ചെയ്ത് പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കും. എന്നാൽ ഈ കാര്യം നടന്നു കഴിഞ്ഞാല്, ഒരു കുഞ്ഞിന്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വിവാഹം നടന്നു കഴിഞ്ഞാല്, സന്തോഷമായിട്ട് നടന്നു കഴിഞ്ഞാല്, നമ്മൾ പലപ്പോഴും ദൈവത്തെ പിന്നെ ആ പഴയതുപോലെ ആ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് പോലെ ദൈവത്തെ പിന്നെ അന്വേഷിക്കാൻ നമുക്ക് മടി കാണിക്കാറുണ്ട് പലരും. നമ്മൾ ചിലപ്പോ ഒന്ന് ഉഴപ്പിപ്പോകും, നമ്മളൊന്ന് പ്രാർത്ഥനയിൽ ചിലപ്പോൾ ഒന്ന് തണുത്തു പോകും. നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നമുക്ക് നടന്നു കിട്ടി, അപ്പോഴേക്കും നമ്മൾ ഒന്ന് സെറ്റ് ബാക്ക് ചെയ്യുമ്പോഴേക്കും ഇത്രയും ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാരണം കൊണ്ട് തന്നെ ശത്രു ആയ സാത്താൻ ഒരു അവസരം നോക്കിയിരിക്കും. ഈ സമയത്ത് തന്നെ ശത്രു നമ്മളെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് തുടങ്ങും. നമ്മൾ വീണു പോകാനായിട്ട്, നിസ്സാരമായ വിഷയത്തിൽ ചിലപ്പോൾ നമ്മൾ വീണു പോകാനായിട്ട് ഇടയായി തീരും. പലപ്പോഴും പല വിശ്വാസ ജീവിതം ശക്തമായ വിശ്വാസ ജീവിതം നയിക്കുന്ന വ്യക്തികളെ നമ്മൾ നോക്കുമ്പോൾ അവർ വലിയ പ്രാർത്ഥന പോരാളികളായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിന്നിട്ട് എവിടെയെങ്കിലും ഒരു സമയത്ത് ഒന്ന് തണുത്തു പോകുമ്പോഴേക്കും ശത്രു അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് അവരെ നിരാശപ്പെടുത്തി കളയുന്നതായിട്ട്, അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്നതിനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ആലോചന പറയാനുള്ളത്, നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ആ വിഷയം ലഭിച്ചു കഴിഞ്ഞാലും ദൈവത്തോട് നന്ദിയുള്ളവരായി ആ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ ശക്തിപ്പെടുത്തി നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ദുഷ്ടനായ സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുവാനായിട്ട് ഇടയായി തീരും. നമ്മുടെ വിശ്വാസ ജീവിതം ചോദ്യം ചെയ്യുവാനായിട്ട് ഇടയായി തീരും. ഇവിടെ ഏലിയാവ് തന്റെ ശുശ്രൂഷയുടെ ഏറ്റവും പീക്ക് മൊമെന്റിൽ നിന്നിട്ട് അടുത്ത അധ്യായത്തിൽ കാണുന്നു, ഏലിയാവിന് ഒരു ദൂത് വരികയാണ്. ജെസബേലിൽ നിന്ന്
ശത്രുവിൽ നിന്ന് ഒരു ദൂത് വരികയാണ്. ജസബേൽ ഒരേ ഒരു ദൂതനെയാണ് അയക്കുന്നത്. ഒരു സൈന്യത്തെ ഒന്നുമല്ല ജസബേൽ അയക്കുന്നത്. അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ഒരു ദൂതനെ ജസബേല് ഏലിയാവിന്റെ അടുത്ത് അയച്ചിട്ട് ഏലിയാവിനെ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ആ ബാലിന്റെ പ്രവാചകന്മാരെ ഏലിയാവ് കൊന്നു കളഞ്ഞതുപോലെ ഏലിയാവിന്റെ ജീവനെയും അതുപോലെ ആക്കുമെന്ന് ഒരേ ഒരു ദൂതനെ അയച്ചിട്ട് ഈ ജസബേല് ഏലിയാവിനെ വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളിയില് ഏലിയാവ് വീണ് പോയി. എന്താണ് സംഭവിച്ചതെന്ന് ബൈബിളിൽ നമുക്ക് ബൈബിളിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. ഇത്രയും വലിയ ശുശ്രൂഷ ചെയ്ത ഒരു മനുഷ്യൻ, മരിച്ചവരെ ജീവിപ്പിച്ച ഒരു മനുഷ്യൻ, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗപീഠത്തെ കത്തിച്ച് യഹോവയായ ദൈവമാണ് ജീവനുള്ള ദൈവമെന്ന് ഇസ്രായേലിന്റെ മുൻപേയും ബാലിന്റെയും അശേര പ്രവാചകന്മാരുടെയും മുൻപേ തെളിയിച്ച ഒരു പ്രവാചകൻ, ഒരു വ്യക്തിയുടെ, ഒരു അധികാര കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ദൂതന്റെ ഒരു ദൂത് കാരണം പെട്ടെന്ന് ഏലിയാവ് ഭയപ്പെട്ട് പ്രാണഭയത്തിലായി എന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. പ്രാണഭയത്തിലായ ഏലിയാവിന് പെട്ടെന്ന് ദൈവശബ്ദം നിന്നു പോവുകയാണ്. പിന്നെ ഏലിയാവ് എങ്ങോട്ടൊന്നില്ലാതെ ഓടുകയാണ്. അടുത്ത നിമിഷം ഏലിയാവ് ദൈവത്തെ കൂടാതെ തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏലിയാവ് ബർഷേബയിലേക്ക് ഓടിപ്പോകുന്നു. ദൈവാലോചനയില്ലാതെ ഒറ്റയ്ക്ക് ഓടിപ്പോകുന്നു. എന്നാൽ ദൈവത്തിന് വേണ്ടി നിന്ന മനുഷ്യരെ ദൈവം ഉപേക്ഷിച്ച് കളയത്തില്ലെന്ന് ഏലിയാവിന്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ നാളുകളില് ഏലിയാവ് കർത്താവിന്റെ നാമത്തിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ്. ആ ഏലിയാവിനെ ദൈവം ഉപേക്ഷിച്ച് കളയുന്നില്ല. എന്നാൽ പ്രാണഭയത്തിലായപ്പോൾ ദൈവത്തിൽ നിന്നുള്ള നോട്ടം മാറി ഏലിയാവ് പ്രാണഭയത്തിലായപ്പോഴേക്കും ഏലിയാവിന്റെ ജീവിതത്തില് ദൈവശബ്ദം നിന്നുപോയി. ദൈവാലോചന ഇല്ലാതെ ഏലിയാവ് ഓടുവാനായിട്ട് തുടങ്ങി. ബർഷേബയിൽ നിന്ന് ഒരു ദിവസത്തെ വഴിയാത്ര സഞ്ചരിച്ചിട്ട് ഏലിയാവ് ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങുന്നതായിട്ട് തളർന്നു ഉറങ്ങുന്നതായിട്ട് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതിനുള്ള വഴി നമ്മൾ തന്നെയാണ്. സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുവാനുള്ള ഹോൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. ഏതെങ്കിലും സമയത്ത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തില് കൺസിസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിശ്വാസ ജീവിതത്തില് ഒരു തളർച്ച ഉണ്ടായാല് സാത്താൻ ഇതുപോലെ നമ്മളെ ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ നിസ്സാരമായ കാര്യത്തിന് നമ്മളെ ഭയപ്പെടുത്തി കളയുവാനായിട്ട് ഇടയുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കാതെ ഈ ലോകത്തിലേക്ക് നമ്മുടെ നോട്ടമാകുമ്പോഴ്, ശത്രുവിനെ നോക്കി നമ്മൾ ഭയപ്പെടുമ്പോഴ്, ദൈവാലോചന റിസീവ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ഹൃദയം കലങ്ങി പോകാനായിട്ട് ഇടയുണ്ട്. ഇവിടെ ഏലിയാവ് ഇത്രയും വലിയ ശക്തമായ ശുശ്രൂഷ ചെയ്ത ഒരു പ്രവാചകനായ, ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവ്, പ്രാർത്ഥനാ മനുഷ്യനായ ഏലിയാവ് ചൂരച്ചെടിയുടെ തണലില് വന്ന് ഇരുന്നു കൊണ്ട് ദൈവത്തോട് പറയുകയാണ്, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് ഏലിയാവ് ആ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങുകയാണ്. എന്നാൽ ഏലിയാവിനെ ദൈവം മറന്നു കളയുന്നില്ല. ഏലിയാവിനെ ക്ഷേമം അന്വേഷിച്ച് ഒരു ദൂതൻ വരികയാണ്. ഏലിയാവിന് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കാനായിട്ട് ദൂതൻ വരികയാണ്. ഏലിയാവിന് വെള്ളവും കനലിൽ ചുട്ട അപ്പവും കൊടുക്കുന്നു. ഏലിയാവ് അത് ഭക്ഷിക്കുന്നു. എന്നിട്ട് വീണ്ടും ഏലിയാവ് അവിടെ തന്നെ കിടന്ന് ഉറങ്ങുകയാണ്. പ്രിയ വിശ്വാസികളെ, ദൈവം നിങ്ങളെ ഓരോരുത്തരോടും ആലോചന പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഉറങ്ങുന്ന അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുക. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വലിയ തീഷ്ണതയുള്ള വിശ്വാസികളായിരിക്കും, വലിയ പ്രാർത്ഥന പോരാളികളായിരിക്കും, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കും. എന്നാൽ നമ്മുടെ ലൈഫിനെ ഈ സമയത്തൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ആദ്യ സ്നേഹം നിലനിൽക്കുന്നുണ്ടോ? എഫെസോസിലെ സഭയുടെ ദൂത് കൊടുക്കുന്നത് പോലെ എവിടെയെങ്കിലും നമ്മൾ ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ, ഏതിൽ നിന്നാണോ വീണ് പോയത് അതിലേക്ക് മടങ്ങി വരുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആലോചന പറയുകയാണ്. ഇവിടെ ദൈവം അയച്ച ദൂതൻ വന്ന് ഏലിയാവിനെ തട്ടി വിളിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും തട്ടി വിളിച്ചിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ദീർഘദൂര യാത്ര ചെയ്യുവാനുണ്ട്. ഇവിടെ കിടന്ന് ഈ ചൂരച്ചെടിയുടെ തണലില് തളർന്നു ഉറങ്ങുവാനുള്ളവരല്ല നമ്മൾക്ക് ഒരു യാത്ര ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ഒരു ദൂരയാത്ര ചെയ്യുവാനുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആലോചന പറയുകയാണ്.
ഏലിയാവ് ഇവിടെ ദൂതൻ കൊടുത്ത അപ്പവും വെള്ളവും കഴിച്ചിട്ട് വീണ്ടും അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു. അവിടെ തന്നെ ആ ചൂരച്ചെടിയുടെ തണലിൽ തന്നെ കിടന്ന് ഏലിയാവ് ഉറങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ രണ്ടാം പ്രാവശ്യവും ദൂതൻ വന്ന് ഏലിയാവിന് അപ്പവും വെള്ളവും കൊടുക്കുന്നു. എന്നിട്ട് ദൂതൻ ഏലിയാവിനോട് പറയുകയാണ്, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ഒരു ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചന നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുക, ദൈവത്തിന്റെ ദൂതന് വേണ്ടി കാതോർക്കുക. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് നമ്മളെ കൊണ്ട് വലിയ ആവശ്യമുണ്ട്. ദൈവത്തിന് വലിയ പദ്ധതികൾ ഉണ്ട് നമ്മളെ കൊണ്ട്. അതുകൊണ്ട് തന്നെ ദൈവ ശബ്ദത്തിനായിട്ട് കാതോർക്കുക. ഈ ലോകത്തെ കണ്ട്, ശത്രുവിനെ കണ്ട് ഭയപ്പെട്ട് തിരിഞ്ഞോടാതെ, ഭയപ്പെട്ട് വിശ്വാസ ജീവിതത്തിൽ ഉറങ്ങിപ്പോകാതെ, ശുശ്രൂഷയിൽ ഉറങ്ങിപ്പോകാതെ, യേശു കർത്താവിന്റെ ശരീര രക്തത്തെ ഭക്ഷിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഓടുവാനായിട്ട്, മുന്നോട്ട് തന്നെ നടക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുതിയ നിയമ വിശ്വാസികളോട് ആലോചന പറയുകയാണ്. ഒരു ജീവിതത്തിൽ, ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരു സെറ്റ് ബാക്ക് ആർക്കും എപ്പോഴും സംഭവിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ശത്രു അറ്റാക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരും. എന്നാൽ മടങ്ങി വരേണ്ടത് ഓരോ വിശ്വാസിയുടെയും ആവശ്യമാണ്. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണമെന്ന് സ്നേഹവാനായ ദൈവം നമുക്ക് വേണ്ടി ജീവൻ തന്ന പുത്രനെ തന്ന സ്വർഗസ്ഥ പിതാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഉറക്കത്തിലായിരിക്കുന്ന വിശ്വാസികളോട് ഉണരുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. ഇവിടെ ദൂതൻ വന്ന് ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിക്കുന്നു. ദൂതൻ കൊടുത്ത ഭക്ഷണം കഴിച്ചുകൊണ്ട് അടുത്ത 40 രാവും 40 പകലും ഏലിയാവ് ഓടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബർഷേബയിൽ നിന്ന് പിന്നെ ഏലിയാവ് ഓടുന്നത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്കാണ്. ദൈവശബ്ദം ഏലിയാവിന് നിന്ന് പോയെങ്കിലും ദൂതൻ കൊടുത്ത ഭക്ഷണം കഴിച്ചുകൊണ്ട് ഏലിയാവ് ഹോരേബിലേക്ക് ഓടിപ്പോകുന്നതായിട്ട്, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ഒരു ഭക്ഷണം, ദൂതൻ കൊടുത്ത ഭക്ഷണം 40 ദിവസം ഓടുവാനുള്ള എനർജി ഏലിയാവിന് കൊടുക്കുന്നു. യേശു കർത്താവിന്റെ ശരീര രക്തത്തെ ഭക്ഷിക്കുന്ന നമ്മള്, ദിവസവും ഭക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആഴ്ചതോറും ഭക്ഷിക്കുന്ന നമ്മള്, ആ ശരീര രക്തത്തിന്റെ ശക്തിയില്, ആ പവറിൽ, ആ സ്ട്രെങ്തില് നമുക്ക് എത്രത്തോളം ഓടുവാൻ കഴിയുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. ജീവനാണ് നമുക്ക് തന്നേക്കുന്നത്, കർത്താവിന്റെ ശരീരമാണ് നമുക്ക് തന്നേക്കുന്നത്, കർത്താവിന്റെ രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തേക്കുന്നത്. നമുക്ക് എത്രത്തോളം കർത്താവിന് വേണ്ടി ഓടുവാനായിട്ട് സാധിക്കും. ഇവിടെ ഏലിയാവ് 40 രാവും 40 പകലും ഓടി ഹോരേബില്, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് വന്നിട്ട് അവിടെ ഒരു ഗുഹയുടെ ഉള്ളില് ഒളിച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ദൈവത്തിന്റെ പർവ്വതത്തില്, ഈ ഗുഹയ്ക്കുള്ളില് ഏലിയാവ് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുമ്പോഴ് ദൈവവുമായിട്ട് ഏലിയാവിന് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നു. ഹോരേബിൽ വെച്ച് ഏലിയാവിന് ജീവനുള്ള ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നു. ഏലിയാവിനോട് ആ ഒളിച്ചിരിക്കുന്നിടത്ത് നിന്ന്, ആ ഗുഹയിൽ നിന്ന്, ആ ഭയത്തിന്റെ ഗുഹയിൽ നിന്ന് പുറത്തു വരുവാനായിട്ട്, ലോകത്തെ ഭയപ്പെട്ട്, അധികാര കേന്ദ്രത്തെ ഭയപ്പെട്ട്, ജസബേലിനെ ഭയപ്പെട്ട്, ദുഷ്ടനെ ഭയപ്പെട്ട്, ആ ഭയത്തിന്റെ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഏലിയാവിനോട് ദൈവം കടന്നു വന്ന് ഏലിയാവിനോട് പറയുകയാണ്, പുറത്തു വരിക, ഇവിടെ നിനക്ക് എന്ത് കാര്യം? നമ്മളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന ചോദിക്കുകയാണ്. നിൽക്കേണ്ട സ്ഥലത്താണോ നമ്മൾ നിൽക്കുന്നത്? ദൈവം ആക്കി വെച്ച സ്ഥലത്താണോ നമ്മൾ ആയിരിക്കുന്നത്? ദൈവം ആക്കി വെച്ച ശുശ്രൂഷയിലാണോ നമ്മൾ ആയിരിക്കുന്നത്? നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് സ്റ്റക്കായി പോയിട്ടുണ്ടോ? മുന്നോട്ട് നടക്കാൻ ദൈവം പറഞ്ഞപ്പോ, കെരീത്തോട്ടിലായിരിക്കാൻ പറഞ്ഞപ്പോ അവിടെ ആയിരുന്നുവോ? അത് കഴിഞ്ഞ് സാരഫാത്തിലേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞപ്പോ നിങ്ങൾ അവിടെ നിന്ന് മൂവ് ചെയ്തോ? അതോ കെരീത്തോട്ടിൽ തന്നെ ഇപ്പോഴും ആയിരിക്കുന്നുവോ? സാരഫാത്തിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് സഞ്ചരിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ദൈവശബ്ദം അനുസരിക്കുവാനായിട്ട് സാധിച്ചുവോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആയിരിക്കേണ്ട സ്ഥലത്താണോ, ആയിരിക്കേണ്ട പൊസിഷനിലാണോ ആയിരിക്കുന്നത്? ദൈവമായിട്ടുള്ള ബന്ധത്തില് ശരിയായ ക്രമത്തിലാണോ ആയിരിക്കുന്നത്? ദൈവാലോചനയ്ക്ക് ഒത്താണോ ആയിരിക്കുന്നതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആലോചന ചോദിക്കുകയാണ്. ദൈവം ഏലിയാവിനോടും ചോദിക്കുന്നു, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഏലിയാവ് കുറെ എക്സ്ക്യൂസുകളാണ് ദൈവത്തോട് പറയുന്നത്. എന്നെ കൊല്ലുവാനായിട്ട് നോക്കുന്നു, ഇസ്രായേലില് എല്ലാ പ്രവാചകന്മാരെയും ജസബേലും ആഹാബും കൊന്നുകളഞ്ഞു, ഞാൻ മാത്രമാണ് അവശേഷിക്കുന്നത്, ഞാനും പ്രാണഭയത്തിലാണെന്നൊക്കെ പറഞ്ഞ് ഏലിയാവ് പല എക്സ്ക്യൂസുകളും ദൈവത്തോട് പറയുകയാണ്. എന്നാൽ ഇതൊന്നും ദൈവം ശ്രദ്ധിക്കുന്നില്ല. ഈ
എക്സ്ക്യൂസുകൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നമുക്കും പലതും പറയാനുണ്ടാകും. നമ്മൾ ഒരു ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് പോകുവാനായിട്ട്, ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് നിങ്ങൾ ഉറങ്ങുന്നെങ്കിൽ അതിന് നിങ്ങൾക്ക് പറയുവാൻ ഒത്തിരി എക്സ്ക്യൂസ് ഉണ്ടാകും. കെരീത്തോട്ടിൽ നിന്ന് സാരഫാത്തിലേക്ക് നടക്കുവാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് പറയുവാനായിട്ട് ഒത്തിരി റീസൺസ് ഉണ്ടാകും. ഇതൊന്നും ദൈവത്തിന് കേൾക്കേണ്ട കാര്യമില്ല. ദൈവം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ദൈവത്തിന് അറിയാം നിങ്ങളുടെ പർപ്പസ് എന്താണ്, എന്തിനാണ് ദൈവം ഈ ലോകത്തിൽ നിങ്ങളെ അയച്ചത്, ഈ സമയത്ത് നിങ്ങൾ എവിടെ ആയിരിക്കണം, നിങ്ങളുടെ വിശ്വാസ ജീവിതം എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ശുശ്രൂഷ ജീവിതം എങ്ങനെയായിരിക്കണം, എങ്ങനെ ദൈവത്തോടു കൂടെ നടക്കണം, ദൈവം എത്രത്തോളം കരുതുവാനായിട്ട് തയ്യാറാണ്, സ്വർഗത്തിന്റെ പദ്ധതി എന്താണ്, ഇതെല്ലാം ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സ്ക്യൂസുകളല്ല, ദൈവത്തിലേക്ക് നോക്കുക. ലോകത്തിലേക്ക് നോക്കാതെ, ശത്രുവിനെ നോക്കാതെ, ഭയത്തിന് അടിമപ്പെട്ട് ഭയത്തിന്റെ ഗുഹയിൽ ഒളിച്ചിരിക്കാതെ നമ്മളെ ദൈവത്തിന് സബ്മിറ്റ് ചെയ്യുക. ദൈവത്തിന് എന്താണോ ദൈവത്തിന് വേണ്ടി വൻകാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഓടി നടക്കാതെ, നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാൽ മടക്കുക. അവിടെ ദൈവം നിങ്ങളോട് എവിടെ ആയിരിക്കണമെന്ന് വ്യക്തമായിട്ട് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ എന്ത് ശുശ്രൂഷയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് നിൽക്കേണ്ടത്, ആരോടാണ് ദൂത് പറയേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ആലോചന തരും. ആ ആലോചന പ്രകാരം ഓടിയാല് നിങ്ങൾ തീർച്ചയായിട്ടും ആ പർപ്പസിലേക്ക്, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, അതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ ഭയത്തിന്റെ പിടിയിലായിപ്പോയ ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ തളർന്നുറങ്ങി തന്റെ പ്രാണനെ എടുക്കണമെന്ന് ദൈവത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ ദൈവം സെറ്റ് ബാക്ക് ചെയ്ത ഏലിയാവിനെ, ഉറങ്ങിപ്പോ വിശ്വാസ ജീവിതവും ശുശ്രൂഷയും ഒക്കെ വിട്ട് ഉറങ്ങുവാൻ കിടന്ന ഏലിയാവിനെ ദൈവം ഉപേക്ഷിച്ച് കളയുന്നില്ല. ദൈവം തന്റെ ദൂതനെ അയച്ച് അപ്പവും വെള്ളവും കൊടുത്ത് എഴുന്നേൽപ്പിച്ച് വീണ്ടും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഏലിയാവിനെ ദൈവം വിളിക്കുകയാണ്. ഏലിയാവിനോട് ദൈവം ആലോചന പറയുകയാണ്, നീ മടങ്ങിപ്പോകുക. എവിടെ വെച്ചാണോ ദൈവശബ്ദം നിന്ന് പോയത്, എവിടെ വെച്ചാണോ ഭയത്തിന് അടിമപ്പെട്ടു പോയത്, എവിടെ വെച്ചാണോ ജീവനെ എടുക്കണമെന്ന് പ്രാർത്ഥിച്ചത്, എവിടെ വെച്ചാണോ ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടുപോയത്, അവിടേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് ദൈവം ഏലിയാവിനോട് ആവശ്യപ്പെടുകയാണ്. യഹോവയായ ദൈവം ഏലിയാവിനോട് പറയുന്നു, നീ പുറപ്പെട്ട് ദമ്മേശക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകുക. എവിടെ വെച്ചാണോ ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടുപോയത് അവിടേക്ക് മടങ്ങിപ്പോകുവാനും തന്റെ ശുശ്രൂഷ തുടരുവാനുമായിട്ട് ദൈവം ഏലിയാവിനോട് ആവശ്യപ്പെടുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ദമ്മേശക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകുക. എവിടെ വെച്ച് ദൈവത്തെ ഉപേക്ഷിച്ചോ അവിടേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് നിങ്ങൾക്ക് ഒരു മരുഭൂമി കടക്കേണ്ടതായിട്ട് വരും. എന്നാൽ ദൈവം നിങ്ങളെ കരുതിക്കൊള്ളും. ഒരു സെറ്റ് ബാക്ക് ചെയ്താല്, അതുകൊണ്ടാണ് വിശ്വാസ ജീവിതത്തില്, ശുശ്രൂഷ ജീവിതത്തില് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകരുത്, അല്ലെങ്കിൽ സ്റ്റക്കായി പോകരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നത്. നിന്ന് പോയാല് തിരിച്ചു കയറുവാനായിട്ട് നമുക്കൊരു മരുഭൂമി കടക്കേണ്ടതായിട്ട് വരും. ഏലിയാവിനോട് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, നീ മടങ്ങിപ്പോകുക. ദമ്മേശക്കിന്റെ പോകേണ്ട വഴി ദൈവം പറഞ്ഞു കൊടുക്കുന്നു. ദമ്മേശക്കിന്റെ മരുഭൂമി വഴിയാ കടന്ന് എവിടെ വെച്ചാണോ ദൈവവുമായിട്ട് ബന്ധം നഷ്ടപ്പെട്ടത്, ശുശ്രൂഷ ജീവിതം നഷ്ടപ്പെട്ടത്, ദൈവിക പദ്ധതിയിൽ നിന്ന് പുറത്തായത്, അവിടേക്ക് മടങ്ങിപ്പോകുക. എവിടെയാണോ ദൈവം നിൽക്കുവാനായിട്ട് പറഞ്ഞത് അവിടേക്ക് മടങ്ങിപ്പോകുക. ഈ ഹോരേബില് നിനക്ക് ഒരു കാര്യവുമില്ല. അങ്ങനെ ഏലിയാവ് ദമ്മേശക്കിന്റെ മരുഭൂമി വഴിയായിട്ട് ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവത്തെ അനുസരിക്കുന്ന ഏലിയാവ് മടങ്ങി വന്ന് ദൈവത്തിന് വേണ്ടി വലിയ ശുശ്രൂഷകളെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏലിയാവ് മടങ്ങിയെത്തി ആരാമിന് വേണ്ടി, ഏലിയാവിന്റെ പർപ്പസ് അതായിരുന്നു, ഏലിയാവിനെ കുറിച്ചുള്ള ദൈവോദ്ദേശം അതായിരുന്നു. ഏലിയാവ് മടങ്ങി വന്ന് ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. അതുപോലെ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. ഇവരെ ഉപയോഗിച്ച് ശത്രുവിന്റെ ഓൾട്ടറുകളെ എല്ലാം തകർത്ത് കളയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനും അപ്പുറമായിട്ട് ഏലിയാവിന്റെ ശുശ്രൂഷ അവിടെ നിന്ന് പോകുന്നില്ല. തന്റെ ശുശ്രൂഷ തുടരുവാനായിട്ട്, വീണ്ടും നിലനിർത്തുവാനായിട്ട് എലീശയെ തന്റെ ശിഷ്യനായിട്ട് തെരഞ്ഞെടുത്ത് പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുന്നു. ശത്രുവിന്റെ ഓൾട്ടറുകളെ തകർക്കുവാനായിട്ട്, ശത്രുവിന്റെ തന്ത്രങ്ങളെ പൊളിക്കുവാനായിട്ട്, ശത്രുവിന്റെ പദ്ധതികളെ തകർക്കുവാനായിട്ട്, തന്റെ ശുശ്രൂഷ തുടരുവാനായിട്ട് ഏലിയാവ് എലീശയെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഏലിയാവ് തന്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ദൈവത്തെ അനുസരിച്ച് ദൈവം പറഞ്ഞതുപോലെ ആ മരുഭൂമി യാത്ര പൂർത്തിയാക്കി. എവിടെ വെച്ചാണോ തന്റെ ശുശ്രൂഷയിൽ ദൈവത്തെ ഉപേക്ഷിച്ചു കളഞ്ഞത്, അല്ലെങ്കിൽ ഒരു നിരാശയുടെ അനുഭവത്തിലേക്ക് പോയത്, ഒരു ഉറക്കത്തിന്റെ അനുഭവത്തിലേക്ക് പോയത്, അവിടേക്ക് മടങ്ങി വന്ന
ദൈവവുമായിട്ടൊരു വലിയ എൻകൗണ്ടറിലൂടെ ഏലിയാവ് ദൈവത്തെ അനുസരിച്ചതിലൂടെ തന്റെ ശുശ്രൂഷ തിരിച്ചു പിടിച്ച ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, ദൈവത്തിന്റെ പർപ്പസിലേക്ക് കയറി തന്റെ വലിയ ശുശ്രൂഷയെ പൂർത്തിയാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളെക്കുറിച്ചും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ള ആഗ്രഹം ഇതാണ്. നമ്മൾ എവിടെയെങ്കിലും വിശ്വാസ ജീവിതത്തില്, ശുശ്രൂഷ ജീവിതത്തില് എന്തെങ്കിലും വിധത്തില് നമുക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാനും, എവിടെ വെച്ചാണോ ദൈവത്തെ ഉപേക്ഷിച്ചത് അവിടേക്ക് കടന്നു വന്ന് ശുശ്രൂഷ തുടരുവാനും, നമ്മുടെ ശുശ്രൂഷയെ പൂർത്തീകരിപ്പാൻ, അതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആലോചന പറയുകയാണ്. കർത്താവിന്റെ ശരീര രക്തങ്ങളെ ഏറ്റുകൊണ്ട് നമ്മൾ ധൈര്യത്തോടുകൂടെ ആ സ്ട്രെങ്തില് മുന്നോട്ട് ഓടുവാനും ദൈവരാജ്യത്തിന്റെ പണി നടത്തുവാനും ദൈവം നമ്മളോട് ആലോചന പറയുകയാണ്. ബ്രദർ ജസ്റ്റിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. ഗോഡ് ഹാസ് ചോസൻ യു ടു ബ്രേക്ക് ദ ഈവിൾ altars of the enemy. ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ശത്രുവിന്റെ ഓൾട്ടറുകളെ തകർക്കുവാനായിട്ട്. ബ്രദർ ജസ്റ്റിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. ഹോളി സ്പിരിറ്റ് വാണ്ട്സ് ടു hand over some spiritual weapons, the sword of Elijah, to break the evil altars of the enemy. So Holy Spirit wants you to ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറയുകയാണ്. ദൈവത്തിന് വേണ്ടി ഇറങ്ങുക, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. ബ്രദർ ജസ്റ്റിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ശത്രുവിന്റെ ഈവിൾ ഓൾട്ടേഴ്സിനെ തകർത്തു കളയുവാനായിട്ട്, പുറത്തേക്ക് വരുവാനായിട്ട്, ദൈവത്തോടുകൂടെ നിൽക്കുവാനായിട്ട്, ഉറക്കത്തിൽ നിന്ന് ഉണരുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. സ്പിരിച്വൽ വെപ്പൺസ് റിസീവ് ചെയ്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി തന്റെ ശുശ്രൂഷയെ ചെയ്യുവാനായിട്ട് ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അനേക യുവാക്കളെ, യുവതികളെ അവരുടെ ചീഞ്ഞളിഞ്ഞ ജീവിതത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് പിടിച്ചെടുക്കുവാനായിട്ട്, ശത്രുവിൽ നിന്ന് പിടിച്ചെടുക്കുവാനായിട്ട് നിങ്ങൾ പുറത്തു വരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ദൈവിക പദ്ധതിയിലേക്ക് കയറുവാനായിട്ട് ബ്രദർ ജസ്റ്റിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. മടങ്ങി വരിക. വിശ്വാസ ജീവിതത്തിൽ നിന്ന്, ആദ്യ സ്നേഹത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വന്ന് കർത്താവുമായിട്ടുള്ള ബന്ധത്തില് ക്രമത്തിലാകുവാനും നമ്മുടെ ശുശ്രൂഷയെ പൂർത്തീകരിപ്പാനും ഏലിയാവ് ചെയ്തതുപോലെ തന്റെ ശുശ്രൂഷയെ തികയ്ക്കുവാനായിട്ടും ഓരോ വിശ്വാസികളായ നമ്മളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. അതുപോലെ സ്വർഗം, ദൈവം അത് ആഗ്രഹിക്കുന്നു. ദൈവം സ്നേഹമാണ്. കർത്താവ് നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. നിങ്ങളെ ഈ വചനത്താല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ദൈവത്തിന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കുവാനായിട്ട്, ദൈവത്തിന്റെ ശുശ്രൂഷ നിറപടിയായിട്ട് ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.